ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കടുവയെ ഉയർത്തിയിട്ടുണ്ട്. ഇനിയും റോഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് അതിനെ കയറ്റണം. മയക്കും തെളിയുന്നതിന് മുമ്പ് തന്നെ അതിനെ കൂട്ടിലാക്കേണ്ടതുണ്ട്. അത്തരം നടപടികളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ചെരിഞ്ഞ പ്രദേശമാണ്. അവിടെ നിന്ന് ഉയർന്ന മേഖലയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പ്രധാനപ്പെട്ട റോഡിൽ എത്തിച്ചതിന് ശേഷം അതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുക എന്നതിനുള്ള നടപടിയാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കടുവയെ ഉയർത്തിക്കൊണ്ട് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകുന്നതാണ്, ആ കടുവയെ കൊണ്ടുപോകുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ആ റോഡിലേക്ക് കയറ്റിയതിനു ശേഷം അതിനെ ഉടൻ തന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, ഈ കടുവ തീർത്തും അവശനാണോ രാഹുൽ? അതിന് മുറിവുണ്ട്, പക്ഷേ അത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ പക്ഷേ അക്രമാസക്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന തരത്തിലേക്കാണ്. അപ്പോൾ എന്താണ് നിലവിൽ ഇതിന്റെ അവസ്ഥ? ആരോഗ്യനില എങ്ങനെയാണ്? കൊണ്ടാണ് ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്ത്. ഇത് ആദ്യമേ തൊട്ട് പറയുന്നുണ്ട്, ഇത് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം ഇതിന് ഈ കാലിനേറ്റ പരിക്കാണ്. അല്ലെങ്കിൽ ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാരണം ആരോഗ്യവാനായ ഒരു കടുവയ്ക്ക് കാട്ടിൽ തന്നെ അതിന്റെ നിലവിലിപ്പോൾ ഈ കടുവയെ വലയിലാക്കിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് മയങ്ങുന്ന അവസ്ഥയിലാണ്. മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഈ കടുവയെ കൂട്ടിലേക്ക് മാറ്റണം, കടുവയ്ക്ക് ചികിത്സ നൽകണം. അതിനുവേണ്ടി അതിനെ വലയിൽ ആക്കി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. കൂടിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ. എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തമ്പടിച്ചുകൊണ്ടാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നത്. ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരുന്നു. കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ സ്നിഫർ ഡോഗിനെ എത്തിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് വീണ്ടും പുലർച്ചെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നു എന്ന വാർത്ത വന്നത്. ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഉള്ളതാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, തോട്ടം തൊഴിലാളികളൊക്കെ ഏറെയുള്ള ഇടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു, തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക. സുരക്ഷിതത്വം ഒരുക്കും എന്ന വനംവകുപ്പിന്റെ ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അവർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. തങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. നിലവിൽ ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു. കടുവയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. കടുവയ്ക്ക് ചികിത്സ നൽകും. അതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നതാണ്. കൂട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ കടുവയെ പിടികൂടാനുള്ള നീക്കം നടത്തിയത് എന്നതാണ് കാണാൻ കഴിയുന്നത്. ഫെബ്രുവരിയിലാണ് ഈ കടുവ ആദ്യമായി ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. അതോടെയാണ് ജനങ്ങൾക്ക് അവിടെ ആശങ്കയുണ്ടായത്. രാഹുൽ വിജയനുണ്ട്. രാഹുൽ, ഈ കടുവയുമായി ഉള്ള സംഘം അതിപ്പോൾ കൂടിനടുത്തേക്ക് എത്തുകയാണോ? തേക്കടിയിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? ഇതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോകാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ചികിത്സ നൽകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരുന്നത്. കൂടുൾപ്പെടെ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ എത്തുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ കാണിക്കാനാകും എന്നുള്ളതാണ് തേക്കടിയിലേക്കാണ് ഈ കടുവയെ കൊണ്ടുപോകുന്നത്. അതിനെ കൂട്ടിലേക്ക് മാറ്റും. മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് ആവശ്യമാണ്. അതിനുശേഷം അതിന് ചികിത്സ നൽകും. കടുവ വളരെ അവശനാണ്. കടുവയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്, അതിൻ്റെ കാലിലൊക്കെ മുറിവുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ നിലവിലെ ആരോഗ്യ അവസ്ഥ, ഗുരുതരമാണോ എന്നൊക്കെയുള്ളതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഏതായാലും ഇതിപ്പോഴും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നുണ്ട് എന്നുള്ളിടത്താണ് ജനങ്ങൾക്കൊരു ആശങ്ക ഉണർന്നു വന്നത്. ഇപ്പോൾ ആ ആശങ്ക അവസാനിച്ചിരിക്കുകയാണ്. കടുവയെ പിടികൂടിയതോടെ ഫെബ്രുവരിയിലാണ് ഈ കടുവ ആദ്യമായി ഈ മേഖലയിലേക്ക് എത്തുന്നത്. പിന്നീട് അന്ന് മുതൽ തന്നെ കടുവയെ കണ്ടെത്താനും അതിനായുള്ള തെരച്ചിലൊക്കെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. കാട്ടിലേക്ക് തിരികെ കയറിയോ കടുവ എന്നൊരു ഘട്ടത്തിൽ വനംവകുപ്പിന് സംശയമുണ്ടായിരുന്നു. നിലവിൽ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ കടുവയുടേതാണ്. കടുവയെ വാഹനത്തിൽ കയറ്റി അതിനെ കൂട്ടിലേക്ക് മാറ്റാനാണ് എന്ന് കരുതുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു നെറ്റിൽ പൊതിഞ്ഞു കെട്ടിയാണ് കടുവയെ കൊണ്ടുപോകുന്നത്. മയങ്ങുന്ന അവസ്ഥയിലാണ് കടുവയുള്ളത്. ഒരു റൗണ്ട് മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വയ്ക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളതിൽ വനംവകുപ്പ് ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ തീരുമാനം കൈക്കൊള്ളും. നിലവിൽ മയക്കത്തിലാണ് കടുവ. മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് അതിനെ കൂട്ടിലേക്ക് മാറ്റണം, അതിന് ചികിത്സ നൽകും, തേക്കടിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം, വനംവകുപ്പിന്റെ തീരുമാനം എന്നാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ കടുവയാണ്.
ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഇല്ലാതാകുന്നു എന്നൊരു ആശങ്ക, അതിനെ തുടർന്നുള്ള പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ സുരക്ഷിതത്വം ഉറപ്പാക്കാം എന്ന് വനംവകുപ്പ് അവർക്ക് ഉറപ്പ് നൽകിയതാണ്. അതോടെ അവരുടെ പ്രതിഷേധം അവസാനിച്ചിരുന്നു. പക്ഷേ ആശങ്ക, ഭീതി അത് വിട്ടൊഴിഞ്ഞിരുന്നില്ല. എത്രയും വേഗം കടുവയെ പിടികൂടണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. അല്പസമയം മുൻപ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി അതിനെ മാറ്റുകയാണ് അവിടെ നിന്ന്. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ, കടുവയെ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനിയിപ്പോൾ അതിനെ കൂട്ടിലേക്ക് മാറ്റി ഉടൻ തന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണോ? ചികിത്സ നൽകുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ? ിലേക്ക് മാറ്റിയിട്ടാണോ ഈ കടുവയെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിലവിൽ അതിനെ പൊതിഞ്ഞ രൂപത്തിൽ തന്നെ കടുവ കൊണ്ടുപോയിട്ടുണ്ട്, ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരുപക്ഷെ ഓവർ ഡോസ്, അതിന്റെ ബോധം തെളിയുകയാണെങ്കിൽ ഓവർ ഡോസ് കൊടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ തേക്കടിയിൽ എത്തിക്കുക, കൂട്ടിൽ കയറ്റാതെ തന്നെ അതിന്റെ പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും വനം വകുപ്പ് ലക്ഷ്യം വെക്കുക. അതിന്റെ ഒരു നടപടിയായിരിക്കും നിലവിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും അതിന്റെ ആരോഗ്യം തീർത്തും മോശമായിരുന്നു, തീർത്തും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി വനം വകുപ്പ് കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ വനം വകുപ്പിന്റെ തന്നെ വാഹനത്തിന്റെ പിറകിൽ ഇതിനെ വലയിൽ കെട്ടി പൊതിഞ്ഞ ശേഷം അതിനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നിലവിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നിലവിൽ ഇതിനെ കൂട്ടിൽ കയറ്റുന്നതിനെ പറ്റി ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അതിനെ അടിയന്തരമായി ചികിത്സ നൽകുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നടപടിയാണ് നിലവിൽ ഇപ്പോൾ ഈ നമ്മൾ കാണുകയും ചെയ്തത്. അധികം സമയമെടുത്തില്ല, പെട്ടെന്ന് തന്നെ അതിനെ പിടികൂടി. അതെ, മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ അതിനെ പൊതിഞ്ഞ് വനംവകുപ്പിന്റെ തന്നെ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. കൂട്ടിലേക്ക് മാറ്റുന്നതിൽ നിലവിൽ തീരുമാനമായിട്ടില്ല എന്നാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. ഗ്രാംബിയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്.